നമ്മുടെ തലച്ചോറിൻ്റെ ഈ 3 പ്രത്യേകതകൾ നമ്മൾ പൂർണ്ണമായും വിനിയോഗിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും. 1. ന്യൂറോപ്ലാസ്റ്റിസിറ്റി. നമ്മുടെ തലച്ചോറ് നമ്മുടെ ശരീരത്തിലെ മസിൽ പോലെയാണ്. നമ്മൾ അതിനെ എത്രയധികം ഉപയോഗിക്കുന്നു അത്രയധികം അത് വളരുന്നു. നമ്മൾ നിരന്തരം ചിന്തിക്കുകയും കടന്നു പോവുകയും ചെയ്യുന്ന അനുഭവങ്ങൾ നമ്മുടെ തലച്ചോറിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഒരു ചിന്തയെ അല്ലെങ്കിൽ വിശ്വാസത്തെ നമ്മൾ ആവർത്തിക്കുന്നതിനനുസൃതമായി അതുമായി ബന്ധപ്പെട്ട ന്യൂറൽ കണക്ഷൻസ് ശക്തമായിക്കൊണ്ടിരിക്കുന്നു. ഉദാഹരണമായി, ഞാൻ കോൺഫിഡൻ്റ് ആയൊരു വ്യക്തിയാണെന്ന് ഒരാൾ നിരന്തരം പറഞ്ഞാൽ കോൺഫിഡൻസുമായി ബന്ധപ്പെട്ട ന്യൂറൽ പാത്വേസ് കൂടുതൽ സ്ട്രോങ് ആവുകയും ആ ഒരു വിശ്വാസം കൂടുതൽ യാഥാർത്ഥ്യമായി തോന്നുകയും ചെയ്യുന്നു. 2. റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രവർത്തനം. നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മിൽ നിലകൊള്ളുന്ന ഒരു നെറ്റ്വർക്കാണിത്. ഇത് നമ്മുടെ ഫോക്കസിന്, നമ്മൾ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അതിനനുസൃതമായി ഇൻഫോർമേഷനുകളെ ഫിൽട്ടർ ചെയ്യുന്നു, ഉള്ളിലേക്ക് കടത്തിവിടുന്നു. നമ്മളൊരു കാര്യം നിരന്തരം ആവർത്തിക്കുമ്പോൾ ഈ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം അതിനെ സപ്പോർട്ട് ചെയ്യാനായി നമ്മുടെ ചുറ്റും അതിനായുള്ള തെളിവുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഉദാഹരണമായി, ഞാനൊരു ഭാഗ്യമില്ലാത്ത വ്യക്തിയാണ് എന്നൊരാൾ നിരന്തരം പറയുമ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളെ കൂടുതലായി റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ആ ഒരു വ്യക്തിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ആ ഒരു വ്യക്തിയുടെ വിശ്വാസം ശക്തമാകുന്നു. 3. നമ്മുടെ ഉപബോധ മനസ്സിന്റെ റീപ്രോഗ്രാമിംഗ്. നമ്മുടെ ഉപബോധ മനസ്സിന് റിയാലിറ്റിയും ഇമാജിനേഷനും തമ്മിൽ വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ നിരന്തരം പറയുന്ന അഫർമേഷൻസും നമ്മുടെ ചിന്തകളും യാഥാർത്ഥ്യങ്ങളാണെന്ന് അത് വിശ്വസിക്കുകയും അതിനനുസൃതമായി അത് പ്രോഗ്രാം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഉദാഹരണമായി, നമ്മൾ സക്സസ് നിരന്തരം വിഷ്വലൈസ് ചെയ്യുന്നെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സ് അതിനെ റിയാലിറ്റിയായി അംഗീകരിക്കുകയും നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഓർത്തിരിക്കാം, നമ്മുടെ തലച്ചോറ് ഒരു പൂന്തോട്ടം പോലെയാണ്. നമ്മൾ അതിൽ എന്ത് നടുന്നു, എങ്ങനെ പരിപാലിക്കുന്നു അതിനെ ആശ്രയിച്ചിരിക്കും നമ്മൾ എന്തായി തീരുമെന്നുള്ളത്. അതുകൊണ്ട് അവ വളരെ ശ്രദ്ധയോടെ ചെയ്യാം.